എസ് എം ടോക്സിൽ ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ആളുകൾ ഇപ്പൊ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കടം വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം സാധാരണ ജോലിക്ക് പോകുന്നവരും അല്ലെങ്കിൽ വളരെയധികം പ്രൊഫഷണലി വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ വളരെയധികം റിച്ച് ആയിട്ടുള്ള ആൾക്കാർ പോലും പല സാഹചര്യങ്ങളിലും കടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് തന്നെയാണ് അതിന് ആപ്റ്റ് ആയിട്ടുള്ളത്. കടം വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇന്ന് അറിയണം അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് അറിയണം എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കടം വാങ്ങിക്കുമ്പോൾ സാധാരണ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടം വാങ്ങിക്കഴിഞ്ഞാൽ ആകെ നശിക്കും എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് നമ്മളുടെ ആൾക്കാർ പറയാറ്. പക്ഷെ നശിച്ചു പോകും, കടം വാങ്ങിക്കരുത്, ഒരിക്കലും കടം വാങ്ങിക്കരുത്, ഈവൻ കടം കൊടുക്കരുത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതല്ലാതെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ അതിന് കുറെ നല്ല നല്ല ടെർമിനോളജീസും വന്നിട്ടുണ്ട്. അതായത് ബാങ്ക് ലോൺ കൊടുക്കുന്നുണ്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ കടം വാങ്ങിയിട്ട് എല്ലാവരും നശിക്കുകയാണോ, അതല്ല കടം വാങ്ങി ആരെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടുമോ, വിജയിക്കുമോ, ഇങ്ങനെ ഒരു കാര്യം, ഇതിനെ കുറിച്ചുള്ള ആരുടെ ഒപ്പീനിയൻ നമ്മുടെ പ്രേക്ഷകർ? ഞാൻ ശരിക്കും എന്റെ അഭിപ്രായത്തില് കടം 100% പൊട്ടയാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ കടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തലക്കിലും മൂർച്ചയുള്ള ഒരു വാള് പോലെയാണ്. അതായത് അതുകൊണ്ട് നമുക്ക് സ്വയമേധയെ വെട്ടിച്ചാവാനും പറ്റും, അതുകൊണ്ട് യുദ്ധം ജയിക്കാനും പറ്റും. കാരണം എന്താണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ 2023 ജനുവരിയിൽ ഞാനൊരു മൊബൈൽ വാങ്ങിച്ചു. ഐഫോണാണ് അത്. ഏകദേശം അതിലൊരു 90,000 റുപ്പീസോളം എനിക്ക് റേറ്റ് വന്നിട്ടുണ്ട്. ആ ഒരു ഇതിന് 90,000 രൂപയോളം വന്നിട്ടുണ്ട്. അപ്പൊ ഈ 90,000 രൂപ ആക്ച്വലി ഞാൻ EMI ഇട്ടിട്ടാണ് അത് മേടിക്കുന്നത്. അപ്പൊ EMI എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു ഡെപ്റ്റാണ്. അത് ഞാനതെന്റെ ആർഭാടത്തിനും അല്ലെങ്കിൽ നാലാള് കാണാൻ വേണ്ടിയിട്ടും ആണ് അത് പർച്ചേസ് ചെയ്തിരുന്നെങ്കിൽ അത് എൻ്റെ ഒരു പൊട്ട കടമാണ്. അതായത് ആ ഇരുതല മൂർച്ചയുള്ള വാൾ ഉപയോഗിച്ച് ഞാൻ എന്നെ തന്നെ കൊല്ലുന്നതിന് തുല്യമായിട്ടൊരു കാര്യം അല്ല. ഞാൻ ആ ഫോൺ ഉപയോഗിച്ച് ഞാൻ ചെയ്തത് എൻ്റെ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനലും നമ്മുടെ സ്മാർട്ട് ന്യൂസിലും ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഫോൺ ഉപയോഗിച്ചിട്ടാണ് വീഡിയോസ് എടുത്തു തുടങ്ങിയത്. നിനക്കറിയാം, ആ വീഡിയോസ് വന്നതിന് ശേഷമാണ് നമ്മുടെ ഫോണിൽ ഒത്തിരി ക്ലാരിറ്റി, അതായത് വലിയ ഒരു SLR ക്ലാരിറ്റി ഒന്നും ഐഫോണിൽ ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു ക്ലാരിറ്റിയിൽ വരാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ പേജൊക്കെ ഇമ്പ്രൂവ്മെന്റ് ആവാൻ തുടങ്ങി. അപ്പൊ അതൊരു ബാധ്യതയായിട്ടാണ് ഞാൻ മേടിച്ചെന്നുണ്ടെങ്കിലും അത് ഉപയോഗിച്ച് ഇപ്പോഴത്തെ ഒരു റിട്ടേൺ ഞാൻ ഉണ്ടാക്കി, ഒരു ഇൻകം ഉണ്ടാക്കി. സോ കടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 50% നല്ലതും 50% പൊട്ടയാണ്. അതിനെങ്ങനെ നോക്കി കാണുന്നുള്ളത്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നിങ്ങൾ ഒറ്റ കാര്യം കടം വാങ്ങുമ്പോൾ തീരുമാനിക്കാം. ധൈര്യമായി കടം വാങ്ങിച്ചോ, ഒരു പ്രശ്നമില്ല. കടം വാങ്ങുമ്പോൾ ഒറ്റ കാര്യം തീരുമാനിക്കണ്ടോ, ആ കടം വാങ്ങുന്ന കാശ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ആ കടം വാങ്ങിയ കാശ് ഉപയോഗിച്ച് എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിലോ അന്ന് മുതലോ അതിന്റെ പിറ്റേ ദിവസം മുതലോ ആ ഒരു കാര്യം ഉപയോഗിച്ച് നമുക്കൊരു ഇൻകം, എക്സാക്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോഫിറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റണം, അല്ലെങ്കിൽ ഒരു ഇൻകം ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. അതില്ലാത്തടത്തോളം നമ്മൾ കടം വാങ്ങുന്നത് നമ്മുടെ ഒരു ആർഭാട ജീവിതത്തിനും നമുക്കിപ്പോ എനിക്കിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ HP ലാപ്ടോപ്പിൽ എൻ്റെ കാര്യങ്ങൾ നടക്കും. എനിക്ക് വേണമെങ്കിൽ എൻ്റെ ക്ലയൻസിനെ കാണിക്കാനും ആൾക്കാരെ കാണിക്കാനും എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ എനിക്ക് മറ്റേ ആപ്പിളിന്റെ ലാപ്ടോപ്പ് എന്ത് ചെയ്യാം, വാങ്ങാം. പക്ഷെ ആ ലാപ്ടോപ്പ് ഉപയോഗിച്ച് എനിക്ക് എക്സലിന് ചെയ്യാനുള്ളത്, എനിക്ക് പവർ പോയിന്റിന് ചെയ്യാനുള്ളത്, എനിക്ക് ഇതില് പ്രത്യേകിച്ച് ഒന്നുമില്ല. എനിക്കിപ്പോ ഈ ഫോൺ ഇത് ഉപയോഗിച്ച് ചെയ്യാം. പക്ഷെ ഐഫോൺ ഞാൻ വാങ്ങാൻ കാരണം എന്താണെങ്കിൽ എനിക്കിപ്പോ 20,000 രൂപയുടെ മൊബൈലിൽ ഇത്ര ക്ലാരിറ്റിയിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ ലാപ്പ് മാറ്റി ഞാൻ 1,00,000 രൂപ കടം വാങ്ങിച്ച് ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ച് വെറുതെ ഒരു ആപ്പിളിന്റെ ലോഗോ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തിരുന്നെങ്കിൽ അതൊരു ബാഡ് ഡെപ്റ്റ് ആണ്. അത് എന്നെ ബാധ്യതയിൽ നിന്ന് ബാധ്യതയിലേക്ക് കൊണ്ടുപോകും. അതിൽ നിന്ന് എനിക്ക് റിട്ടേൺ കിട്ടില്ല. സോ കടം നിങ്ങൾ ധൈര്യമായി വാങ്ങിച്ചോ. കടം എന്ന് പറയുന്നത് ഒരു പൊട്ട കാര്യമല്ല, വളരെ നല്ലൊരു കാര്യമാണ്. നമ്മളെ ജീവിതത്തിലേക്ക് വളരെയധികം ഉയർത്തുന്ന കാര്യമാണ് കടം എന്ന് പറയുന്നത്. പക്ഷെ ആ കടം, നല്ല കടമുണ്ട്, പൊട്ട കടമുണ്ട്. നല്ല കടം എന്ന് പറയുന്നത് നമ്മൾ കടം വാങ്ങുന്നത് നമ്മൾ അടുത്ത ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കണം. അതായത് അത് കാൽക്കുലേറ്റഡ് ആയിട്ട് റിട്ടേൺ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ആയിരിക്കണം. അതുകൊണ്ട് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല നിങ്ങളൊരു കടം വാങ്ങണം. നിങ്ങൾക്കൊരു ബൈക്ക് വാങ്ങിക്കാനാണ്, നിങ്ങൾ ജോലിക്കാരാണെങ്കിൽ നിങ്ങളൊരു ബൈക്ക് വാങ്ങാൻ വേണ്ടിയാണ് കടം വാങ്ങണമെന്നുണ്ടെങ്കിൽ അതൊരു ബാഡ് ഡെപ്റ്റ് ആണ്. കാരണം എന്താണെങ്കിൽ നിങ്ങൾക്കത് ബസ്സിൽ പോയാലും നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പൊ ബൈക്കിൽ പോയിട്ട് ആരും നിങ്ങളെ കാണാനില്ലെങ്കിൽ നിങ്ങളതൊരു ബാഡ് ഡെപ്റ്റ് ആണ്. നേരെ മറിച്ച് നിങ്ങൾ ഒരു സെയിൽസ് ജോബ് ചെയ്യുന്നു, ആ സെയിൽസ് ജോബിൽ നിങ്ങൾക്ക് ബൈക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്പീഡ് കൂട്ടാം, സെയിൽ കൂട്ടാം. നിങ്ങളുടേതായിട്ടുള്ള ആ ജോലി വേണമെങ്കിൽ, അതായത് ഒരു 1 lakh സാലറി ഉള്ള ജോലി വേണമെങ്കിൽ ബൈക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ലക്ഷം രൂപ വരെയൊക്കെ കടം വാങ്ങിച്ചിട്ട് ആ ബൈക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട്. കാരണം ആ ബൈക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്ത വലിയൊരു വരുമാനത്തെയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. സോ ഇതാണ് കടത്തോണ്ടുള്ള കാര്യം. ഇത് ബാഡ് ഡെപ്റ്റ് ഉണ്ട്, ഗുഡ് ഡെപ്റ്റ് ഉണ്ട്. ഏത് കടം നമ്മളൊരു 100 രൂപ ഒരാളുടെ വാങ്ങുമ്പോൾ പോലും അതൊരു ഗുഡ് ഡെപ്റ്റ് ആയിട്ട്
അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ, അതായത് അങ്ങനെ ആണെങ്കിൽ മാത്രം ആ പൈസ വാങ്ങാം, അല്ലെങ്കിൽ വാങ്ങാം. വളരെ എക്സ്പ്ലനേറ്റീവ് ആയിട്ടുള്ള ഒരു ഉത്തരമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യനെ കുറിച്ച് ഉള്ളൊരു ആധികാരികത അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. കാരണം അവരുടെ മനസ്സിൽ എപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ആൻസർ തന്നെയായിരുന്നു. അപ്പോ ഇനി SM ടോക്സ് കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു പ്ലേസ്മെന്റ് സപ്പോർട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ താഴെ നമ്മൾ കോൺടാക്ട് നമ്പർ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ CV ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ യൂസ്ഫുൾ ആയ എല്ലാവർക്കും വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രിപ്ഷൻ എൻഷുർ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.